ചേച്ചി എവിടെയായിരുന്നു എന്ന് ചോദിച്ച ആൾക്കാർക്ക് മനോവിഷമത്തിലായിരുന്നു. കുറുന്തോട്ടിക്കും വാദമോ എന്ന് ചോദിച്ചാൽ അതെ, കുറുന്തോട്ടിക്കും വാദം പിടിപ്പെടാം അല്ലേ. കുറച്ച് വിഷമമൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. എന്താണെന്നറിയോ, ഞാൻ അപ്രതീക്ഷിതമായിട്ട് ഒരു ഒരിക്കലും എന്നോട് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമെന്ന് കരുതാത്ത ഒരാളിൽ നിന്നും ഞാൻ കുറച്ച് വിഷമങ്ങൾ അനുഭവിച്ചു. എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ ധരിക്കുന്ന ആളുകൾക്കാണ് ഞാൻ കൂടുതലും ഇടം കൊടുക്കാറ്, അല്ലെങ്കിൽ കൈൻഡ്നെസ് കൂടുതൽ കാണിക്കുന്നത് എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ ധരിക്കുന്നവർക്കാണ്. അത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. അതൊരു സംഭവം ഉണ്ടായി. അത് കുട്ടി കുറേ ദിവസം കൊണ്ട് ഇപ്പം എൻ്റെ വീഡിയോ ഞാൻ ഇടും എന്ന് കരുതി നോക്കുന്നുണ്ടായിരിക്കാം അല്ലേ. അപ്പോൾ കേൾക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഞാൻ ടൈറ്റിലും ഞാൻ അങ്ങനെയാണ് കൊടുക്കാൻ പോകുന്നത്. എന്നെ വേദനിപ്പിച്ച ഒരു വ്യക്തിയോട് ഉള്ള ഒരു മറുപടി ആയിട്ടാണ്. കാരണം ഞാൻ ജീവിതത്തിൽ ഞാൻ ആരെയും ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടില്ല. വാട്സപ്പിലായാലും ഒരു കാര്യത്തിലും ഞാൻ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടില്ല കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ അവർക്ക് പറയാനുള്ളത് കേൾക്കേണ്ടതാണ് എന്ന് ധരിച്ചിട്ടാണ് ഞാൻ ബ്ലോക്ക് ചെയ്തൊന്നും വെക്കാത്തത്. എന്നോട് ഡിസ്റെസ്പെക്റ്റ്ഫുള്ളായിട്ട് ആരെങ്കിലും സംസാരിച്ചാലോ അല്ലെങ്കിൽ ഞാൻ കേൾക്കേണ്ടതില്ലാത്ത കാര്യങ്ങൾ ഞാൻ കേൾക്കാൻ ബാധ്യസ്ഥയല്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ശരി, കാര്യത്തിലേക്ക് വരാം. ഞാൻ ഈ വീഡിയോ എല്ലാം തുടങ്ങുന്ന കാലത്തിൽ കുറേ നാളുകൾ എനിക്ക് വലിയ വളർച്ചയൊന്നും ഇതിനകത്ത് ഉണ്ടായിട്ടില്ല. അധികം ആരും ശ്രദ്ധിച്ചിട്ടില്ല. എൻ്റെ ടോപ്പിക്സ് ഒരുപക്ഷെ ആൾക്കാർ സ്കിപ്പ് ചെയ്ത് പോകുന്നത് കൊണ്ടായിരിക്കാം, എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടണം എന്നില്ലല്ലോ ഞാൻ എപ്പോഴും പറയാറുണ്ട്, എല്ലാവർക്കും എല്ലാവരെയും ഇഷ്ടപ്പെടണം എന്നില്ല. ആരും ആരെയും ഇഷ്ടപ്പെടാൻ ബാധ്യസ്ഥരുമല്ല കേട്ടോ. അത് തന്നെയാണ് എനിക്കും ആപ്ലിക്കബിൾ. നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെടണമെന്ന് നിങ്ങൾക്ക് ഒരു ബാധ്യതയുമില്ല. അതേപോലെ തന്നെ ആയിരിക്കും ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടണമെന്ന് എനിക്കും ബാധ്യതയില്ല. അങ്ങനെയാണല്ലോ. കാരണം എല്ലാവർക്കും എല്ലാവരെയും ഇഷ്ടപ്പെടുമോ എപ്പോഴും? ചില സമയങ്ങളിൽ നമുക്ക് ചില ആളുകളെ ഇഷ്ടമായിരിക്കാം. അല്ലെങ്കിൽ ചില സമയം കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഞാൻ ഇയാളെയാണോ പ്രേമിച്ചത് എന്ന് വിചാരിക്കും. കാരണം ഞാൻ പറയാവേ, പണ്ട് രതീഷ് എന്ന് പറഞ്ഞൊരു നടനുണ്ടായിരുന്നേ. അദ്ദേഹത്തിന് പിന്നെ മരിക്കുന്ന സമയത്തൊക്കെ മുടിയൊക്കെ പോവുകയൊക്കെ ചെയ്യായിരുന്നല്ലോ. ഞാൻ അയാളുടെ യുവത്വം ടൈമിൽ ഞാനൊരു 8ാം ക്ലാസ്സിലൊക്കെ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നു, രതീഷിനെ പോലുള്ള ഒരാളെയാണ് എനിക്ക് കല്യാണം കഴിക്കേണ്ടത് എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഞാനതിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. ആ ഡയാന ചേച്ചിയെ വിവാഹം കഴിക്കും. എൻ്റെ അച്ഛനെ അറിയാം പേഴ്സണലായിട്ട് അവരെ. അപ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുടെ കസിനാണ് രതീഷ്. അപ്പോൾ അവരുടെ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നതും നാനയിൽ അവരുടെ ഫോട്ടോ വന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അവർ ആ ഫോട്ടോ ഇട്ടപ്പോൾ ഞാനിരുന്ന് കരയുന്നു. ഈ 10-13 വയസ്സുള്ള കുട്ടി. 10-23 വയസ്സായി എനിക്ക് പ്രായമായപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇയാളുടെ ഫോട്ടോ കാണുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ ആൾ വേണ്ട, വലിയ കട്ടിമീശയൊക്കെ ആയിട്ട്. ഐ കുഡിൻറ്റ്, ബിക്കോസ് എനിക്ക് തോന്നി അതെനിക്ക് ഒരുപാട് പ്രായം തോന്നിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് എനിക്ക് അപ്പോൾ തോന്നി. അപ്പോൾ നമ്മുടെ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ കാലപ്പൊഴുതിൽ മാറി മാറി വരും അല്ലേ. സോ അതാണ് ഞാൻ പറയുന്നത്, എപ്പോഴും ഇന്ന് ഇഷ്ടപ്പെട്ട ആളെ നാളെ ഇഷ്ടപ്പെടണം എന്നില്ല. ഇന്നത്തെ അവരുടെ രീതികളെ ഇന്ന് അംഗീകരിച്ചു, പക്ഷെ നാളെ അംഗീകരിക്കണമെന്നില്ല. അത് തന്നെയാണ് എൻ്റെ കാര്യവും. എൻ്റെ ആദ്യത്തെ ടോക്സ് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും, അപ്പോൾ നിങ്ങൾ എന്നെ ഫോളോ ചെയ്ത് കാണും. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകും. അത് സ്വാഭാവികം മാത്രം. പിന്നെ ഞാൻ ഒരുപാട് എളിമയുള്ള ആളാണെന്നൊന്നും ഞാനും അവകാശപ്പെടുകയില്ല. എനിക്കും എൻ്റേതായിട്ടുള്ള ധാർഷ്ട്യവും അഹങ്കാരവും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഞാനെന്താ മനുഷ്യജീവിയല്ലേ? ഞാനൊരു യൂട്യൂബ് ചാനൽ തുറന്നു വെച്ചിരുന്നു എന്ന് കരുതി ഞാനങ്ങോട്ട് ഈശോമിശിഹായാവാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ എന്താ പറയുക, ഒരുപാട് നന്മ നിരമാകാനോ ഒന്നും സാധിക്കില്ല. ഞാൻ ആരാണോ അതാണ് എനിക്ക് ആകാൻ പറ്റുള്ളൂ അല്ലേ. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ഞാൻ എല്ലാവരോടും കൈൻഡാണ് കേട്ടോ. ഞാൻ ഒരിക്കലും ഒരു കൈൻഡ് അല്ലാത്ത ആളല്ല. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഭാഷയോ അല്ലെങ്കിൽ എൻ്റെ തരത്തിലുള്ള പെരുമാറ്റമോ ചിലപ്പോൾ ധാർഷ്ട്യമായിട്ട് മറ്റുള്ളവർക്ക് തോന്നിയേക്കാം. അത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ. ഓരോരുത്തരുടെ പേഴ്സ്പെക്റ്റീവ് ആയിരിക്കാം അത്. പിന്നെ എന്നോട് ഒരുപാട് അടുത്ത് ഇടപഴകാൻ എല്ലാവർക്കും സാഹചര്യവും കിട്ടിയെന്ന് വരില്ലല്ലോ. പക്ഷേ ഞാൻ ഈ പറയുന്ന ആൾ എനിക്ക് ഒരുപാട് വർഷങ്ങൾ മുമ്പ് അറിയാവുന്ന ഒരു വ്യക്തിയാണ്, ജസ്റ്റ് അക്വൈൻറ്റൻസ് ആയിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നീട് ഒരു ഘട്ടത്തിൽ അവർക്ക് ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തു. അവർ ചോദിച്ചപ്പോൾ ഇതിൽ ഞാൻ കൊടുത്തു. പല കാര്യങ്ങളും എന്നോട് പറയുന്ന കൂട്ടത്തിൽ പല കാര്യങ്ങൾ പറഞ്ഞു. അതെല്ലാം നമ്മൾ സ്വസ്ഥമായിട്ടിരുന്ന് കേട്ടു. ആ സമയത്ത് എനിക്ക് കുറച്ചധികം സമയം ഉണ്ടായിട്ടുണ്ടാകാം. ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ, ഒത്തിരി പേരുടെ ഞാൻ കാര്യങ്ങൾ കേൾക്കാറുണ്ട്.
പിന്നെ ഞാൻ വീഡിയോയിൽ ഞാൻ പറയാറുണ്ട്, എന്നോട് ലീഗൽ അഡ്വൈസ് ചോദിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെ ജീവിതമാർഗ്ഗമാക്കിയിട്ട് ഞാനിപ്പം ഒരു റിട്ടയർമെൻറ്റ് മോഡിലേക്കാണ് വരുന്നത് അല്ലേ. ഞാനൊരു പരിധി വരെ ആയിക്കഴിഞ്ഞു അല്ലേ. 30 വർഷത്തോളമായി എൻ്റെ കരിയർ തുടങ്ങിയിട്ട്. ഇനി ഇപ്പോൾ തുടങ്ങി വരുന്ന കുട്ടികളും 5 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവർക്കൊക്കെ ഇപ്പോഴാണ് അവർ പൈസ ഉണ്ടാക്കാൻ തുടങ്ങുന്നുണ്ടാവുക. അപ്പം ഞാൻ ഇതിൽ വന്നിരുന്ന് ഫ്രീ ആയിട്ട് അഡ്വൈസ് കൊടുത്തുകൊണ്ടിരുന്നാൽ നിങ്ങൾ ആരെങ്കിലും ആ വക്കീലിനെ അന്വേഷിച്ച് പോവുമോ പുറത്ത്? ഇല്ലല്ലോ, ഒരിക്കലും പോവില്ല. അപ്പോൾ ഫ്രീ ആയിട്ട് അഡ്വൈസ് തരാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു താല്പര്യവും ഞാൻ കാണിക്കാറില്ല. പിന്നെയും എന്തെങ്കിലുമൊക്കെ കുറച്ചെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇത് ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോഴെങ്കിലും ചിലരെങ്കിലും എനിക്ക് ആദ്യം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ പറയും. ഞാൻ വളരെ ക്ഷമ വേണ്ടേ ഇതിനൊക്കെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു 100 പേര് ഒരു ദിവസം ലീഗൽ അഡ്വൈസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ ഉത്തരം പറയും? പറയാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതേസമയം നിങ്ങൾ ഇത് ഒരു ചാനലിൻ്റെ അടിയിൽ വന്നിരുന്ന് അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്ന് ഞാനും പറയാറുണ്ട്. ഞാൻ ഒരുപാട് വക്കീലന്മാരുടെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. നിങ്ങൾ ദയവ് ചെയ്ത് ഞങ്ങളുടെ ഇതിൻ്റെ അടിയിൽ വന്ന് ചോദിക്കരുത്, ഞങ്ങൾ പറയില്ല, ഞങ്ങളുടെ ഓഫീസിൽ വരണം, അല്ലെങ്കിൽ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യണം എന്നവർ പറയുന്നുണ്ട്. കാരണം ഇത് അവരുടെ ജീവിതമാർഗ്ഗമാണ്. അപ്പോൾ ഈ കുട്ടി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ എപ്പോഴൊന്നും എന്നെ അങ്ങനെ എപ്പോഴൊന്നും എനിക്ക് മെസ്സേജസ് അയക്കാറില്ല, അല്ലെങ്കിൽ എൻ്റെ സുഖവിവരങ്ങൾ തിരക്കാറില്ല, ഒന്നുമില്ല കേട്ടോ. എന്നെ ഇതിൽ കാണാറില്ലെങ്കിൽ പോലും വന്ന് ചോദിക്കാറോ ഒന്നുമില്ല. അങ്ങനെ ഒരു പേഴ്സണൽ ടച്ചോ ഒന്നും വയ്ക്കാറുമില്ല. അത് ചിലപ്പോൾ ഇനി എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് എന്നെ ഉപദ്രവിക്കേണ്ടെന്ന് കരുതിയിട്ടാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. പക്ഷേ ഞാനിങ്ങനെ 2-3 ക്ലിപ്സ് കണ്ടപ്പം, വോയിസ് ക്ലിപ്പ് കണ്ടു, അതിൽ ഒരെണ്ണം ഞാൻ ഞെക്കിയപ്പോൾ ഇങ്ങനെ കഥ പറഞ്ഞു തുടങ്ങുമായിരുന്നു. അതായത് അവരുടെ എന്തോ ഒരു ലീഗൽ പ്രോബ്ലത്തിൻ്റെ കഥ. അപ്പം ഞാൻ വേഗം എന്ത് ചെയ്തു, ഇത് കണ്ടതാണല്ലോ എന്ന് ഓർത്ത് ഞാൻ അതിനകത്ത് വാട്സപ്പിൽ ഞാൻ വോയിസ് നോട്ട് ഇട്ടു. ഞാൻ ഒരു യാത്രയിലാണ്, എനിക്കിപ്പം യാത്രയുടെ ഒരുക്കങ്ങളിലൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഇപ്പം ആരുടെയും പ്രശ്നങ്ങൾ കേൾക്കാറില്ല കേട്ടോ. ഒന്നും വിചാരിക്കില്ലേ മോളെ, ഇങ്ങനെയാണ് പറഞ്ഞത്. അതിൻ്റെ അടിയിൽ വളരെ നീളത്തിൽ എന്നെ ഒരുപാട് വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞിട്ട് ആ കുട്ടി ക്ലിപ്പിട്ടു. അപ്പം ഞാൻ പറഞ്ഞു, ഇത് മുഴുവനും ഞാൻ കേട്ടിട്ടില്ല, പക്ഷേ ഞാൻ വീഡിയോയിൽ പകുതി കേട്ടു, ഞാൻ വീഡിയോയിൽ പറയാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ബാക്കിയുള്ളതൊന്നും അവർ പറയുന്നതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. പിന്നെയും കുറേ ക്ലിപ്സ് വന്നിട്ടുണ്ട് കേട്ടോ, വോയിസ് ക്ലിപ്പ്, ഞാനതൊന്നും കേട്ടിട്ടില്ല. അപ്പം ഞാനിതിൽ പറയുന്നത്, നിങ്ങൾ ശരിയാണ്, ഞാനിപ്പോൾ അതിൽ ഈ യൂട്യൂബ് അത്രയും കൊണ്ട് നടക്കുന്നുമില്ല. കാരണം യൂട്യൂബിൽ പറയാനുള്ള സന്ദർഭവും കാര്യങ്ങളൊക്കെ വരുമ്പോഴല്ലേ ഞാനും വന്നിരുന്ന് പറയുന്നത്. ആദ്യം ഞാൻ ഒരിടയ്ക്ക് ഞാൻ വളരെ നിരന്തരമായിട്ട് ഡെയിലി ഞാൻ വീഡിയോസ് ഇടാറുണ്ട്. പിന്നെ ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്നറിയോ, ആർക്കും നേരമില്ല, ഇത്രയും സമയം വേസ്റ്റ് ചെയ്യാൻ ആർക്കും നേരമില്ല. എനിക്കത് മനസ്സിലായി. എല്ലാവർക്കും ഒരു 3 മിനിറ്റിൻ്റെ ക്ലിപ്പ് കാണാനോ 3 മിനിറ്റിൻ്റെ സംസാരം കേൾക്കാനോ ആണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ അധികവും എപ്പോഴെങ്കിലുമൊക്കെ 3 മിനിറ്റ് എൻ്റെ ഈ ചാനൽ പൊഴിഞ്ഞു പോകണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ അപ്പോൾ ഇങ്ങനെ ഒരു ചാനൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് പേരുടെ സ്നേഹം കിട്ടുന്നുണ്ട്, അംഗീകാരം കിട്ടുന്നുണ്ട്, അതെല്ലാം വളരെ നല്ലത് തന്നെ. പക്ഷെ അത് തന്നെയാണോ നമ്മുടെ ജീവിതം? എൻ്റെ ജീവിതം അതല്ല എന്ന് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ജീവിതം അതല്ല. ഇതൊരു പാസിങ് ആയിട്ട് പോകുന്ന കാര്യം. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്നിരുന്നിട്ട് ഞാൻ കൊടുത്ത ഇടമല്ലേ അത്, അതായത് എൻ്റെ ആ ഒരു സ്നേഹക്കൂട്ടായ്മയിലേക്ക് എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ കൊടുത്ത ഇടത്തിൽ നിങ്ങൾ ചെയ്തത് തെറ്റാണ്, നിങ്ങൾ എങ്ങനെയൊന്നും ആരോടും പറയരുത്, സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ട് ആദ്യം എല്ലാവരോടും ഭയങ്കര നന്നായിട്ട് ഞാൻ ഇതിൽ എത്ര പേർക്ക് ഞാൻ വാട്സാപ്പ് നമ്പർ തന്നിട്ടുണ്ട്, നിങ്ങളതിൻ്റെ അടിയിൽ പറയൂ. ഇത്ര പേര് ചോദിച്ചിട്ടുണ്ട്, ആർക്കും ഞാൻ കൊടുക്കാറില്ല. വളരെ ചുരുങ്ങി എനിക്ക് തോന്നുന്നു യൂട്യൂബിൻ്റെ അടിയിൽ വന്നിട്ട് എന്നോട് സംസാരിക്കുന്നതിൽ ഒരു 5 എല്ലാവരോടും ഞാൻ ഇൻസ്റ്റഗ്രാമിൽ വരാനാണ് പറയാം, 6-7 പേര്. അപ്പോൾ ഈ 7 പേരിൽ ഒരാളായിരുന്നു ഈ കുട്ടി. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്നെ എത്ര ഹേർട്ട് ചെയ്തു എന്ന്. അപ്പം ഞാൻ ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ വാട്സപ്പ് നമ്പർ ആർക്കും കൊടുക്കാത്തത്. നമുക്ക് വേദനിക്കും, നമ്മളും മനുഷ്യരാണ്. ഒരു കുത്തിയിട്ടങ്ങ് പോയി, ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ കുത്തിയിട്ട് പോയി. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഞാൻ അവർ ചോദിച്ച ലീഗൽ ഇതിന് ഉത്തരം പറയില്ല എന്ന് പറഞ്ഞു. ഒരു നോ പറഞ്ഞതിന് എന്നെ ഇത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന എന്നെ അവർ ഇങ്ങനെ പറയുന്നെങ്കിൽ ദൈനംദിന ജീവിതത്തിൽ അവർ എത്ര പേരുടെ അടുത്ത് ഇങ്ങനെ ഹാർഷായിട്ട് പെരുമാറുന്നുണ്ടാകും? കേട്ടോട്ടെ എന്ന് എഴുതി തന്നെയാണ്. എത്ര ആളുകളെ നമ്മൾ കാണുന്നുണ്ട് ഒരു ദിവസത്തിൽ. എല്ലാവരും നമ്മളുടെ താളത്തിനനുസരിച്ച് തുള്ളിക്കൊള്ളണം എന്നാണോ? ഞാൻ തന്നെ എനിക്ക് തന്നെ എത്രത്തോളം ആളുകളുടെ എന്താ പറയുക, അടുത്ത് എനിക്ക് പല ആളുകളെ അറിയാം, വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ഒത്തിരി ആൾക്കാരെ അറിയാം. ഞാൻ അവരെ ആരെയും എൻ്റെ ഒരു പേഴ്സണൽ കാര്യത്തിന് വേണ്ടിയിട്ട്
ഞാൻ ഉപയോഗിച്ചിട്ടില്ല. എനിക്ക് എത്ര സീനിയേഴ്സ് ഉണ്ട്. ഞാൻ ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. ഞാനൊരു വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തെ ആദ്യം തുടങ്ങിയ സമയത്ത് 2-3 വർഷം ഞാൻ ഒരു പർട്ടിക്കുലർ എനിക്കെന്തോ അയച്ചിട്ടുണ്ട്, പർട്ടിക്കുലർ ആളുടെ കീഴിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്നത്. ആ സമയത്ത് ഞാൻ എൻ്റെ ആഭരണങ്ങളൊക്കെ വിറ്റിട്ട് സ്വർണ്ണമൊക്കെ വിറ്റിട്ട് ഒരു ചെറിയ പ്ലോട്ട് വാങ്ങിച്ചു. 1998 ആണെന്ന് എൻ്റെ 99 ആ സമയത്ത് മദ്രാസിൽ. അപ്പോൾ ഈ പ്ലോട്ട് വാങ്ങിച്ചത് ഈ വക്കീൽ ഓഫീസിൽ പണിയെടുക്കുന്ന ഒരു ഗുമസ്തൻ മൂലമാണ്. ആ ഗുമസ്തൻ ഈ റിയൽ എസ്റ്റേറ്റിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന ആളാണ്. അപ്പം ഞാൻ അയാളുടെ അടുത്ത് പറഞ്ഞു, എനിക്കിതിൻ്റെ എല്ലാ ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു തന്നോളൂ, ഇവിടെ എത്രയാണ് ഫീസ് കൊടുക്കുന്നത് അത് ഞാൻ പേ ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അവരെല്ലാവരും ശരി എന്ന് പറഞ്ഞു. നമ്മൾ ഡോക്യുമെൻറ്റേഷനൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വലിയ വക്കീൽ അങ്ങോട്ട് കയറി വന്നു. അങ്ങേരെ എപ്പോഴും ഒത്തിരി വയസ്സായ ആളാട്ടോ. കയറി വന്നപ്പോൾ നമ്മൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മറ്റേ പുള്ളീനെ അകത്തേക്ക് വിളിച്ചിട്ട് ചോദിച്ചു, എന്താ അവിടെ ഏത് കേസാണ് ചെയ്യുന്നത്? പറഞ്ഞു, ആകെയുടെ പ്രോപ്പർട്ടി ഇല്ലേ സാറേ എന്ന് പറഞ്ഞ് അത് ചെയ്യാൻ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അപ്പടിയാ, അവളെ വിളിക്ക് പറഞ്ഞു. ഞാൻ അകത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു. അപ്പോൾ പുള്ളി എന്നോട് ചോദിക്കണേ, അമ്മാ ഇതെല്ലാം ന്യായമാ? എന്നോட സ്റ്റാഫ്, എന്നോட டைப்ரைட்டர் இதிலெல்லாம் போயிட்டு உன்னோட டாக்குமெண்ட்ஸ் ரெடி பண்ணுறேன். அப்போ நான் சொன்னேன், சார் நானும் ஒரு கிளைண்ட்டு தானே, நான் வந்து பே பண்ணிக்கிறேன்னு தானே சொன்னேன் சார், அதனால தானே பண்ணிகிட்டே இருக்கேன். ஓ அப்படியா, நீ பே பண்ணுறேன்னு சொல்லியிருந்தியா ராமச்சந்திரன்ட்ட? ஆமாம் சார், நான் பே பண்ணுறேன்னு சொல்லியிருந்தேன். ഓ അപ്പോൾ ശരി, ഓക്കെ, ക്ലോസ്. അങ്ങനെ എനിക്ക് ശമ്പളം 3000 രൂപയായിരുന്നു അന്ന് മാസം തന്നുകൊണ്ടിരുന്നത്. ആ വക്കീൽ ഓഫീസിൽ ഞാൻ 7000 രൂപ അങ്ങോട്ടേക്ക് ഫീസ് കൊടുത്തിട്ടാണ് എൻ്റെ ഡോക്യുമെൻറ്റ്സ് റെഡിയായതും എനിക്കവർ രജിസ്ട്രേഷൻ ചെയ്തു തന്നതും. അറിയോ, അതാണ് ലോകം. അതിലെന്താ തെറ്റ്? അത് അയാളുടെ ഓഫീസാണ്, അയാളെന്ന് പറയാൻ പറ്റില്ല, അദ്ദേഹത്തിൻ്റെ ഓഫീസാണ്, അദ്ദേഹത്തിൻ്റെ സ്റ്റാഫാണ്. അതുകൊണ്ട് എന്തുകൊണ്ടും ആ സാറിനത് പറയാനുള്ള അവകാശമുണ്ട്. കാരണം ദാറ്റ് ഈസ് ഹിസ് സ്പേസ്. അപ്പോൾ നിങ്ങൾ ഇത്രയും ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു പറയണ്ട, എന്തിനാ വെറുതെ, ഇനിയിപ്പോൾ അവരത് പറഞ്ഞ് അവർക്ക് കേട്ടിട്ട് എനിക്ക് അവരോട് യാതൊരു വിരോധവും ഇല്ല കേട്ടോ. കേൾക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടി മനസ്സിലാക്കട്ടെ, ഒരിക്കലും മറ്റൊരാളുടെ സ്പേസിലേക്ക് കയറി അവരോട് ഔദാര്യം ചോദിച്ചിട്ട് അവർ നോ എന്ന് പറയുമ്പോൾ അവരെ ചീത്ത പറയാനോ അവരെ തിരുത്താനോ നിങ്ങൾക്ക് യാതൊരു അധികാരവും ഇല്ല. ഞാനിത് പറയുക തന്നെ ചെയ്യും. ഞാൻ പിന്നെ എന്തിനാണ് ഇത്ര ബോൾഡായിട്ട് വന്നിരിക്കുന്നത് അല്ലേ? ഞാൻ എന്തിനാണ് ബോൾഡായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ വന്നിരിക്കുന്നത്? എൻ്റെ അടിയിൽ പോയിട്ട് അവർ കമൻറ്റ് ചെയ്യുകയോ മറ്റുള്ളവരോട് പറയുകയോ, ഞാൻ വോട്ട് മേടിക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക, ഞാനൊരു ഇലക്ഷന് നിൽക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ. എനിക്ക് ഉള്ള ഒരു കുഞ്ഞു അനുഭവങ്ങളുണ്ട്. അതൊക്കെ എനിക്ക് ചുറ്റുമുള്ള സഹോദരിമാരോട് എനിക്ക് മൈക്ക് വെച്ച് പറയാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ ഞാൻ യൂട്യൂബിൽ വന്നിരുന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനൊരു അനുഭവം എനിക്കുണ്ടാകുമ്പോൾ ഞാൻ പറയാതിരിക്കുമെന്നാണോ അവർ ധരിച്ചിരിക്കുന്നത്? അവരിപ്പോൾ പറയുമായിരിക്കും, അവർക്ക് വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഇതിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുക. എന്തെങ്കിലും ആയിക്കോട്ടെ, എനിക്കിപ്പം വ്യൂസ് കിട്ടിയാലും കൊള്ളാം, ആൾക്കാർ കണ്ടാലും കൊള്ളാം, എന്തായാലും കൊള്ളാം. എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ കാണും, ഇല്ലെങ്കിൽ കാണില്ല. എൻ്റെ സംസാരം ഇഷ്ടമാണെങ്കിൽ കാണും, അല്ലേ? ഞാൻ വന്നിരുന്നിട്ട് എന്താ പറയുക, രേണുസുധിയുടെ പോലത്തെ പരിപാടികളൊന്നും ഞാൻ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ അതേപോലെ രേണുസുധീനെ പേരെടുത്ത് പറയാൻ കാരണം ആ കുട്ടി അത് തന്നെയാണ് ഇതിനകത്ത് ചെയ്തുകൊണ്ട് നടക്കുന്നത്. ഇത് കാണിക്കുക, പിന്നെ സബ്സ്ക്രിപ്ഷൻ പോയിട്ട് ഓരോരോ കാര്യങ്ങൾ കാണിക്കുക, ജീവിക്കാൻ വേണ്ടി പെടുന്ന പാടായിരിക്കും. അത് അവരുടെ ഇഷ്ടമുള്ളവർ കാശടിച്ച് പോയിരുന്ന് കണ്ടോളൂ. അതൊന്നും ഞാൻ കാണിക്കുന്നില്ലല്ലോ. അപ്പോൾ ഈ യൂട്യൂബിൽ 1000-ഓ 1500-ഓ പേരോ ആയിരിക്കാം എനിക്ക് കാണുന്നത്. അതിൽ 1499 പോയേക്കാം ഈ കുട്ടി കാണുന്നില്ലെങ്കിൽ, അല്ലേ? അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം എനിക്കുണ്ടോ? ഇല്ല. ആ കുട്ടിക്കുണ്ടോ? ഇല്ല. പക്ഷേ എൻ്റെ ആ ഒരു സർക്കിളിൽ നിന്ന് ഐ ഹാവ് ഡിസൈഡഡ് നോട്ട് ടു എൻ്റർടൈൻ ഹർ എനിമോർ. അവരെ മാത്രമല്ല, അവർ ചിലപ്പോൾ എന്നെ ബ്ലോക്ക് ചെയ്ത് കാണുമായിരിക്കും. ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഇല്ല. പിന്നെ ഞാനത് അവിടെ വിട്ടു. പക്ഷേ എൻ്റെ ചാനലിൽ ഞാൻ പറയുമെന്ന് വിചാരിച്ചിരുന്നു. അവർ കേൾക്കുന്നെങ്കിൽ കേൾക്കട്ടെ, ചിലപ്പോൾ ഇനി എൻ്റെ ചാനലിൻ്റെ ഇതും കയറി വരണ്ടാന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ഒരുപാട് ഇങ്ങനെ ഒരു മലയാളം വേർഡില്ലേ, ഭർത്സനം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഭത്സിച്ചു എന്നെ. സോ അത് അങ്ങനെ എന്താ പറയുക, ആ ഡിസ്റെസ്പെക്റ്റ് ഞാൻ എടുക്കുന്നില്ല. അത് ഡിസ്റെസ്പെക്റ്റ്ഫുൾ ആണെന്നുള്ളത് ആ കുട്ടി മനസ്സിലാക്കണം. ഇഫ് ഷീ ഫീൽസ് ദാറ്റ് ഷീ ഈസ് റൈറ്റ് വെച്ചോളൂ. പക്ഷെ അത് എൻ്റെ ഇതിനകത്ത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു. അതായത് എന്നോടൊരു ലീഗൽ അഡ്വൈസ് അതിൽ ചോദിച്ചപ്പോൾ എനിക്ക് നേരമില്ല, ഇപ്പം ഞാൻ ആളുകളുടെ പ്രശ്നങ്ങൾ കേൾക്കാറില്ല എന്ന് പറഞ്ഞു എന്ന്. അങ്ങനെ അതെന്താ ആളുകളുടെ പ്രശ്നങ്ങൾ കേട്ടാൽ? യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്ന ആളുകൾ എന്നവരെല്ലാവരും
പ്രശ്നങ്ങൾ കേൾക്കണമെന്ന് നിർബന്ധമുണ്ടോ? എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ഉണ്ടെന്ന് അറിയുകയാണെങ്കിൽ ഞാനത് എപ്പോഴേ അടച്ചു പൂട്ടിയാണ്. നിങ്ങൾക്ക് എന്നിൽ നിന്നും എന്തെങ്കിലുമൊക്കെ എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്നവരെ അല്ലേ ഇതിനകത്ത് വന്നിരുന്ന് കേൾക്കുന്നത്. എത്രയോ പേര് ഇതിനകത്ത് വന്നിരുന്ന് കേൾക്കുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും നിയമപ്രശ്നങ്ങളും വക്കീലുമാരെ വെച്ചിട്ടൊക്കെ നടത്തുന്നുണ്ടാവും. ആരും എന്നോട് വന്ന് ചോദിക്കുന്നില്ല. പിന്നെ വേറെ ഒരു വക്കീലെ വെച്ചിട്ട് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുകയും ചെയ്യും, നിങ്ങൾക്ക് വക്കീലുണ്ടെങ്കിൽ ഒരിക്കലും ഇതിങ്ങനെ ക്രോസ് ചെക്ക് ചെയ്യുന്നത് ശരിയല്ല. ആ വക്കീലിൻ്റെ അടുത്ത് തന്നെ പോയി ചോദിക്കൂ. ശരിയാണ്, നിങ്ങൾക്ക് വേറൊരു വക്കീലിനെ കാണുന്നുണ്ടെങ്കിൽ അത് വേറൊരു വക്കീലിന് ഫീസ് കൊടുത്തിട്ട് പോയി ചോദിക്കൂ. അതാണ് അതിൻ്റെ രീതി കേട്ടോ. അല്ലാതെ കണ്ട് നിങ്ങൾ ഈസി ആയിട്ട് വന്നിട്ട് നിങ്ങളുടെ വീട്ടിലെ നിയമപ്രശ്നം അവിടെ ഞാൻ ഉപയോഗിച്ച വാക്കിനകത്ത് ഞാനപ്പോൾ ആരുടെയും പ്രശ്നങ്ങൾ കേൾക്കാറില്ല എന്ന് പറഞ്ഞില്ല. അത് ഞാൻ മീൻ ചെയ്ത് തന്നെയാണ്. നിയമപ്രശ്നം തന്നെയല്ല, ആരുടെയും മറ്റു പ്രശ്നങ്ങളും കേൾക്കാറില്ല. അപ്പോൾ ആ കുട്ടി എന്തോ പറഞ്ഞെന്നറിയോ, എനിക്കെന്ത് പ്രശ്നം, എൻ്റെ ജീവിതമൊക്കെ നല്ല ഉഗ്രനായിട്ട് പോകുന്നതാണ്, ഞാൻ എന്ത് പ്രശ്നമാണ് ചേച്ചിയോട് പറഞ്ഞിട്ട്. ഇങ്ങനെയൊക്കെ സംസാരിക്കാമോ? അല്ലേ? പോട്ടെ, അതിപ്പോൾ ഞാൻ ഈ യൂട്യൂബിൽ പറയുമെന്ന് ഞാൻ പറഞ്ഞു. അതിനവരിങ്ങനെ അവരെന്തോ പറഞ്ഞിട്ടുണ്ട്, എന്താ എനിക്ക് വ്യൂസ് കിട്ടാനാണെന്ന് എന്തോ. ഞാൻ പിന്നെ തുറക്കാനേ പോയില്ല. എന്തിനാ എൻ്റെ മനസ്സിലേക്ക് അത് കയറ്റുന്നത്? ഈ ഒരു വലിയ ഇത് കണ്ടോ, ഇതെൻ്റെ നാട്ടിലെ നമ്പറാണ്. ഇതിൽ കിടന്ന് ആരോ വിളിച്ചുകൊണ്ടിരിക്കും. ഞാനത് എടുക്കാറില്ല. അങ്ങനെയാണ്. കാരണം ഇതിനകത്തെടുത്ത് റോമിങ് ചാർജ് കൊടുക്കാനായിട്ട് യൂട്യൂബിൽ നിന്നൊന്നും പൈസ കിട്ടി തുടങ്ങിയിട്ടൊന്നും അല്ലല്ലോ. അതുകൊണ്ട് ആവശ്യമില്ലാഞ്ഞിട്ടൊന്നുമല്ല. പൈസ എല്ലാവർക്കും ആവശ്യം തന്നെയാണ്. ഇപ്പം അതുകൊണ്ട് വേണം എനിക്ക് ജീവിക്കാനില്ല എന്നൊന്നും ഞാൻ പറയില്ല. അത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നല്ലത്. യൂട്യൂബിൽ നിന്ന് പണം കിട്ടുന്നത് വളരെ എന്താ പറയുക, പ്രസാദമാണ്. പക്ഷേ എന്ന് കരുതി എൻ്റെ സമയവും എൻ്റെ ഇതും എൻ്റെ സമയവും എൻ്റെ ബുദ്ധിയും എൻ്റെ ഇഷ്ടത്തിന് വിനിയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജോലിക്ക് പോകാതെ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഏതോ ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ട് ഐ ഡോണ്ട് വോണ്ട് ടു ഡു ദാറ്റ്, അല്ലേ? ഏതോ ആൾക്കാർ പറയുന്നു നിങ്ങളിങ്ങനെയാണോ, എന്തും കഷ്ടമാണിത്, നിങ്ങൾ ചെയ്ത് തെറ്റാണെന്ന് പറയുന്നത് അംഗീകരിക്കാൻ ഞാൻ തയ്യാറല്ല. അത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ സ്പേസ് ഞാൻ തീരുമാനിക്കും. ഞാൻ നിയമോപദേശം കൊടുക്കണോ ഫ്രീ ആയിട്ട്, അല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പിൽ വന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. ഇത് ധാർഷ്ട്യമായിട്ട് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ ക്ഷമിക്കുക. നിങ്ങളോട് ആരോടും അല്ല, ഒരു പർട്ടിക്കുലർ ആളോടാണ് ഞാൻ ഈ ധാർഷ്ട്യമായിട്ട് പറയുന്നത്. നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഒരാളുടെ മാനസികാവസ്ഥ എന്താണെന്നുള്ളത്. ഒരിക്കലും അങ്ങനെ ചീത്ത പറയാൻ പാടില്ല. അതും ഞാനൊരു മഹാസംഭവമായിട്ടൊന്നുമല്ല. പക്ഷേ ഒരിക്കലും ഒരു വ്യക്തിയെയും, അതും പണ്ടെങ്ങോ കണ്ടതാണ് എന്നെ, പിന്നെ എന്നെ കണ്ടിട്ട് പോലും ഇല്ല, ഞാൻ കൊടുത്ത ഇടത്തിൽ കയറി എന്നെ അബ്യൂസ് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. ഓക്കെ, അത്രയേ ഉള്ളൂ.